പ്രതീകാത്മകമായി ദൈവം ജനത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട പഴയ നിയമ സംഭവങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് മോശ പരാജയപ്പെട്ടു. ഈ മിസ്റെപ്രസെൻറ്റഡ് ദ സിംബൽ. അതാണ് അതിൻ്റെ രണ്ടാമത്തെ കാരണം. മൂന്നാമത്തേത്, ഒരുപക്ഷെ മൂന്നാമത് കണ്ടെത്താൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ഇവിടെ യഹോവയായ ദൈവം ജലം തരുന്നു എന്ന് പറയുന്നതിന് പകരം മോശയുടെ വാക്കുകളിൽ പ്രകടമാകുന്ന ഒരു അഹങ്കാരമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കണമോ എന്ന അർത്ഥത്തിലാണ് മോശയും അഹ്റോൻ്റെയും സംസാരവും അവരുടെ വാക്കുകളും. അത് തികച്ചും അഹങ്കാരമായിരുന്നു, അല്ലെങ്കിൽ അഹംഭാവത്തിൻ്റെയും കോപത്തിൻ്റെയും വാക്കുകളായിരുന്നു. അത് മോശ എന്ന മഹാമനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വെള്ളവസ്ത്രത്തിന്മേൽ പതിച്ച പെട്ടെന്ന് തൂത്തുകളയാനാവാത്ത ഒരു കറയും കളങ്കവുമായിരുന്നു. നമുക്ക് അറിയാം, ഈ ശിക്ഷ ദൈവം കൊടുക്കുന്നതിന് രക്ഷാകരമായൊരു കാരണം കൂടിയുണ്ട്. കുരിശു മരണത്തിൽ, അല്ലെ കുരിശിൻ്റെ കാലത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളുകളാണ് മോശയും അഹ്റോനുമൊക്കെ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന കുറ്റങ്ങൾക്ക് പരിഹാരമായി യേശുവിൻ്റെ കുരിശ് ഉയർത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ഓരോ തെറ്റിനും